Hello guys, ttalks പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല എന്നൊരു കിടിലം വെറൈറ്റി ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ചിന്റെ ഒക്കെ പെഡൽസ് ഇല്ലേ, പെഡൽസ്. ആ പെഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഓരോ കളറൊക്കെ ഉണ്ട്, സിൽവർ, റെഡ്, അങ്ങനെ ഓരോ കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ഫിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് കണ്ടല്ലോ, നമുക്ക് ഇന്ന് കിട്ടിയത് കുറേ ഷെയ്ഡ്സ് കളേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. ഇതാ ഒരു റെഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സിൽവർ സ്പാർക്കോ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പാർക്കോ. ഇത് കൊള്ളാം. ഇത് ഒരു ഇന്ത്യയിലൊക്കെ റെഡ് കളർ വണ്ടിക്കാണെങ്കിൽ ഇത് പൊളി സാധനമായിരിക്കും. അതുപോലെ തന്നെ ഒരു വെറൈറ്റി നീല സാധനം കൊള്ളാം, പൊളി. ഇതിൽ നെറ്റ് ഇട്ടാലൊന്നും കാണൂല, കാരണം നെറ്റ് ഇടേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ്. ഉള്ളിലിട്ടതിൻ്റെ അതിൻ്റെ 3mm ടാപ്പ് വെച്ചിട്ട് പുറത്തേക്ക് കൂടി ഒട്ടിക്കണം. ഇത് ഞാൻ പൊളിക്കുന്നില്ല, കാരണം ഇത് വേണ്ട, ഇത് നമ്മളെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നില്ല. നീല തന്നെ ഫുള്ളാക്കുന്നില്ല. ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സ്പാർക്കോൻ്റെ സിൽവറും ബ്ലാക്കും കോംബോ ഉള്ള സാധനമാണ് ഞാൻ ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ഇതെങ്ങനെ പൊളിച്ചിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ആദ്യം പൊളിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ കവർ കൊടുത്തിട്ടുണ്ട്. ആഹാ, ഇത് ആക്സിലേറ്ററിന് കൊടുത്തിട്ടുള്ളത്, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്, അങ്ങനെ 3 സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇരുമ്പും കഷ്ണം എന്ന് പറയാം, ഷേപ്പിൽ അടിച്ചുണ്ടാക്കിയ ഒരു ഇരുമ്പും കഷ്ണം വിത്ത് അലൂമിനിയം തോന്നുന്നു, അലൂമിനിയം പോലെയുള്ള സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെറ്റുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 9 എണ്ണം ഉണ്ടാവും മൊത്തം. ഒരു 9 ഹോൾ അടിച്ചിട്ട് ഹോളിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇടേണ്ട സംഭവമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അടിയിൽ നിന്ന് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇതാ ഇതിലേക്ക് കൂടി ഇങ്ങനെ ഇടേണ്ട സെറ്റപ്പാണ്. കൊള്ളാം. ഇത് 3 ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഒരേ ഹോളിൽ ഒരേ ലൈനിൽ 3 ഒക്കെ വരുമ്പോൾ കൊള്ളാം, പൊളി സാധനം പൊളിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി. ഇതാണ് നമ്മളെ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇതാരും അറിയാത്ത ആരും ഉണ്ടാവില്ല, പേടിക്കേണ്ട. അപ്പോൾ ഞാനിതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് ബ്രേക്ക് വെച്ച് നോക്കാം. ബ്രേക്കിൻ്റെ മുകളിൽ ഇതെങ്ങനെ വരും, സാധനം പൊളിയാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ റബ്ബറൊക്കെ ഊരിക്കളയണം. റബ്ബറിൻ്റെ ഈ പാഡുകളൊക്കെ ഊരിക്കളയാം. എൻ്റെ ഇതൊക്കെ ഇത് കാലം കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഇതൊക്കെ കണ്ടിച്ചു. ഓ മൈ ഗോഡ്, എന്താ തുരുമ്പ് കഷ്ണോ? മോനെ, തുരുമ്പ് പിടിച്ചതിനൊക്കെ. നമുക്ക് ഇതും കൂടി ഒന്ന് ഊരി നോക്കാം. ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, ഞാൻ ഇത് 2 എണ്ണം അയച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നോക്കിയപ്പോൾ ഒക്കെ ഫുൾ തുരുമ്പാണ്. അപ്പോൾ ഞാൻ ഒരു എംബൈൻ്റെ പേപ്പർ ഇട്ടതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ആ തുരുമ്പിൻ്റെ മുകളിൽ തന്നെ ഇനിയും ഇതും വെച്ച് ടൈറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ചെറിയ പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നൊന്ന് ചെറുങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ആ തുരുമ്പൊന്ന് അടുത്ത നിൽക്കാണ്ട് വെച്ച് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തേലും ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ടാൽ നല്ലതാണ്. വെറുതെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പെഡലായ ആക്സിലേറ്ററിൽ അങ്ങ് സെറ്റ് ചെയ്ത് സാധനം അത് ഉണങ്ങുന്ന സമയം കൊണ്ട്. ആക്സിലേറ്റർ നമ്മളിപ്പോൾ ഏകദേശം ഇത് കുറച്ച് കയറ്റി വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. കാരണമോ ഇതൊരു പ്രശ്നം വരുത്തുമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആദ്യം ഒരു ഇവിടെ മുട്ടും, പക്ഷേ ആക്സിലേറ്റർ ഇനിയും പോകാൻ ബാക്കിയുണ്ടാവും. കുറച്ചൊന്ന് കറക്റ്റായിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കറക്റ്റായിട്ട് കിട്ടും, ഫുള്ളായിട്ട് ആക്സിലേറ്റർ പോകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സെറ്റ് ചെയ്യുമ്പോൾ. വേറൊന്നും ഇതിൽ പ്രശ്നം വരാനില്ല, ബാക്കി രണ്ടും സീനില്ല. ഈ ആക്സിലേറ്റർ മാത്രം ഈ കംപ്ലയിൻറ്റ് കുറേ ആയി കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഇത് നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ അളവ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ആക്സിലേറ്റർ ചവിട്ടാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 മാർക്ക് ചെയ്യണം, ഹോൾ ചെയ്യാണ്ട്. അപ്പോൾ 2 മാർക്ക് പോയിൻ്റ് ഇട്ട് വെക്കാം. 2 പോയിൻ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗായ്സ്, ഇത് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ പോയിൻ്റ് നമ്മളിപ്പോൾ ഹോൾ അടിക്കാൻ പോയെന്ന് ഡ്രില്ലിൽ ഒരു ബിറ്റ് ഇട്ട് നമ്മൾ സ്റ്റീൽ ബിറ്റ് ഇട്ട് ഹോൾ അടിക്കുന്നുണ്ട്. ഹോൾ അടിക്കൽ ഡ്രില്ല് ആ വളവും കൂടി ആയതുകൊണ്ട് കുറച്ച് പണിയാന്ന് ഇവിടെ. ഞാൻ ഹോൾ അടിച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇത് നമ്മൾ ഒരു ഹോൾ സെറ്റ് ആയിട്ടുണ്ട്. ആ ഹോളിലേക്ക് നമുക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ ഇതാ 2ാമത്തെ ഹോൾ ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഹോൾ ഇവിടെ, അതിന് അടിയിലൊരു ഹോളും കൂടി നമുക്ക് അടിക്കണം. അപ്പോൾ ആ ഹോളിൻ്റെ പൊസിഷനും കൂടി നമുക്ക് സെറ്റായതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങേണ്ടതാണ്. അപ്പോൾ ആ ഹോൾ നമുക്കൊന്ന് സെറ്റാക്കാം. 2 ഹോൾ അടിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ 2 ഹോളെ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. 3 ഹോൾ സെറ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് വരും. ഈ റേഞ്ചിൽ വരും. ഈ റേഞ്ചിൽ വന്നാൽ ഇത് ഫുള്ള് മുട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ 2 ഹോൾ മാത്രം അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 2 ഹോളും കൂടി അടിച്ചിട്ട് ഞാൻ ബാക്കി ഫുൾ ഫിറ്റിംഗ് ഒന്നിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ 3 ഹോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 ഹോൾ അടിക്കൽ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 6.5 ബിറ്റ് ഇട്ടിട്ടാണ് 3ആയിട്ട് ഹോൾ അടിച്ചിട്ടുള്ളത്. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യലാണ്. ഇപ്പോൾ ഇതിന് മാത്രമേ ഞാൻ 2 ഹോളെ അടിച്ചിട്ടുള്ളൂ, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് വന്ന് ഇവിടെ തട്ടു. 3 ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ, അപ്പോൾ ഇത്ര പോവില്ല, ബാക്കി ഇത്ര ഫ്രീ ആണ്, അത് കിട്ടൂല. അതുകൊണ്ട് ഞാൻ 2 ഹോൾ മാത്രമേ ഇവിടെ അടിച്ചിട്ടുള്ളൂ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലങ്കി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇടാം 2 എണ്ണം. ആദ്യത്തെ 2 എണ്ണത്തിന് മാത്രം 2 എണ്ണം, ബാക്കിയെല്ലാം 3 എണ്ണം വെച്ചിടണം.
ഇങ്ങനെ ഇട്ട് ബാക്കിലൊരു നട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ആ നട്ട് ബാക്കിലേക്ക് കൂടി ഇട്ട് ടൈറ്റ് ചെയ്യണം. അതാണ് ഇനി ഇവിടുത്തെ പരിപാടി. അത് മൂന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അങ്ങ് തീർന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. 10ന്റെ ബോൾട്ടാണ് അല്ലേ, നട്ടാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ 10ന്റെ നട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സാധനം ഫിറ്റ് ചെയ്ത് നല്ല ടൈറ്റിൽ നിന്നോളൂ. ഇപ്പോൾ നമ്മൾ 3 സെറ്റാക്കിയിട്ടുണ്ട്. 3 സെറ്റാക്കി സാധനം പൊളിയാന്ന്. നമുക്കൊന്ന് ചവിട്ടി നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ പാഡ് ഇടുന്നുണ്ട് തിരിച്ചിട്ട്. ഇതാണ് നമ്മൾ എന്താ പറയുക, ചവിട്ടി അല്ലെങ്കിൽ ചളിപ്പാഡ് എന്നൊക്കെ പറയാം. സാധനം കൊള്ളാം, പൊളിയാണ്, ഇടുവാണ്. ആഹാ, കാണാൻ തന്നെ എന്താ രസം. ഓ, ചവിട്ടാൻ നല്ല സുഖമുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് ചവിട്ടാൻ, നല്ല സുഖമുണ്ട് ചവിട്ടാൻ. ആഹാ, കൊള്ളാം. ഓ, ചെരുപ്പില്ലാണ്ട് ചവിട്ടാൻ നല്ല രസമുണ്ട്. ചെരുപ്പ് ഇട്ട് ചവിട്ടിയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ടിൻ 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 ടിൻ. സാധനം കാണാൻ തന്നെ നല്ലൊരു ലുക്കും കൂടിയാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട്. ഈ കളർ കൊള്ളാം. സാധാരണ സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടില്ലേ. എനിക്ക് ആക്സിലേറ്റർ ഫുള്ളായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എവിടെ മുട്ടുന്നൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഗായ്സ് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പണി. വളരെ സിമ്പിളായിട്ട് എങ്ങനെ പെഡൽ ഫിറ്റ് ചെയ്യാനാണെന്ന് കാണിച്ചത്. അതിൻ്റെ ഓരോ മോഡൽസും ഞാൻ കാണിച്ചതിന് ഇത്രയും മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്ന ഒരു 700 750 വില വരുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കേണ്ട ബിറ്റ് 6.5ൻ്റെ ആണ്. 6.5ൻ്റെ ബിറ്റ് ഉപയോഗിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഹോൾ കിട്ടും. 5 കുറച്ച് ചെറുതാണ്, ഹോൾ അടിക്കാൻ കുറച്ച് പണിയാണ്. ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10ൻ്റെ നെറ്റ് ബാക്കിൽ ടൈറ്റാക്കൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി അതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ